അപ്പോൾ രാവിലെ തന്നെ ഞാനും അനിയത്തിയും കൂടെ വണ്ടി എടുത്ത് എന്താ നേരെ പോകുന്നത് അമ്പലത്തിലോട്ടാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് കരുതുവാണ് ആറ്റുകാൽ പോകണമെന്ന്. അങ്ങനെ ഇപ്പോഴാണ് സമയം ഒത്തു വന്നത്. അങ്ങനെ ഞാനും അനിയത്തിയും കൂടെ ആറ്റുകാൽ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ നമ്മുടെ അവിടെ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം ഡാൻസൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസൊക്കെ കാണാനായിട്ട്. ഞാനും അനിയത്തി ഇങ്ങനെ കുറേ നേരം നെസ്റ്റ് അടിച്ചുകൊണ്ട് ഞങ്ങളും ഇതുപോലെ പഠിക്കാനൊക്കെ പോയി ഡാൻസ് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പകുതി വഴിക്ക് വെച്ച് അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഒരു കാലം. എല്ലാ മിഡിൽ ക്ലാസ്സുകാരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അത് കഴിഞ്ഞാൽ കുറച്ചൊരു അമ്പലക്കുളത്തിലൊക്കെ പോയി നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലും കൂടെ പോയി. അവിടെ നിന്നും പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം ഞങ്ങൾ മസാല ദോശ കഴിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് നടന്നില്ല. നമ്മൾ പിന്നെ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് പോയി പഴങ്കഞ്ഞി കുടിക്കാമെന്ന് കരുതി. അയ്യോ എൻ്റെ പൊന്നെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് പോയി ഇങ്ങനെ പഴങ്കഞ്ഞി കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് ഒത്തിരി തവണയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ പുറത്തുനിന്ന് പോയി പഴങ്കഞ്ഞി കഴിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്തൊരു ടേസ്റ്റായിരുന്നു. ആ കപ്പയും മീനും ആ രസവും തൈരും അച്ചാറും എൻ്റെ പൊന്നെ എല്ലാം കൂടെ മിക്സ്. പിന്നെ ആ ഉണക്ക മീൻ, എനിക്ക് അവിടെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഉണക്ക മീനായിരുന്നു. ഈ വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു കേട്ടോ, കിടിലൻ ടേസ്റ്റായിരുന്നു. പിന്നെ ഫ്രൈയും മീൻകറി എല്ലാം കൂടെ കൊണ്ടൊരു പിടി പിടിച്ച് കേസ്. എനിക്കിപ്പോൾ പറയുമ്പോൾ പോലും നാവിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുവാണ്. എനിക്ക് പിന്നെയും കഴിക്കാനായിട്ട് തോന്നുന്നു. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല, കിഡിലാണ്. നമ്മുടെ കിള്ളിപ്പാലം ബണ്ട് റോഡ് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ മൂപ്പിലാൻഡ്സ് കിച്ചൺ, അങ്ങനെയാണ് ഷോപ്പിൻ്റെ പേരെന്ന് തോന്നുന്നു. അവിടെ നിന്നാണ് കേട്ടോ കഴിച്ചത്. കിഡിലൻ ടേസ്റ്റാണ്. ഒരാൾക്ക് ഫുള്ളായിട്ട് അത് കഴിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ കൊണ്ട് അത് കഴിക്കാൻ പറ്റില്ല. മാക്സിമം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയി പഴങ്കഞ്ഞി കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ആരൊക്കെ പോയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ഇനി പോവാത്തവരാണെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്. ഇത് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. അവിടെ 2-3 അമ്മമാർ ചേർന്ന് നടത്തുന്ന ഷോപ്പാണെന്നാണ് തോന്നുന്നത്. കാരണം അവരെ മാത്രമേ ഞാൻ അവിടെ പോയപ്പോൾ കണ്ടുള്ളൂ. അങ്ങനെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഈ സപ്പ് ഇത്രയ്ക്കും ഇന്നത്തെ വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.